രാത്രി ഏറെ വൈകിയാണ് മധുരയിൽ എത്തിച്ചേർന്നത്. രാത്രിയിലും ക്ഷേത്രത്തിൻ്റെ പരിസരം ഒന്ന് കാണുവാൻ വേണ്ടിയാണ് ഈ നടത്തം. ആ നടത്തം അവസാനിച്ചത് ക്ഷേത്രത്തിൻ്റെ ഈ ഗോപുരത്തിൻ്റെ അടുത്താണ്. പിറ്റേ ദിവസം അതിരാവിലെ ക്ഷേത്രത്തിലേക്ക് നടക്കുമ്പോഴുള്ള കാഴ്ച ഇതാണ്. മുല്ലപ്പൂവിൻ്റെ നാടാണ് മധുര. ആ മുല്ലപ്പൂവിൻ്റെ ഗന്ധം ആ മധുര പട്ടണത്തിൽ തന്നെ മയക്കി നിർത്തിയിരിക്കുന്നു. പോകുന്ന വഴി ഒരു ജെയിൻ ടെമ്പിൾ നമുക്ക് കാണാൻ സാധിക്കും. നടക്കുന്ന വഴിയെല്ലാം ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഗോപുരം ദൂരെ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ക്ഷേത്രത്തിനുള്ളിൽ ആകെ 33,000-ഓളം ശില്പങ്ങൾ ഉള്ളതായി കണക്കാക്കപ്പെടുന്നു. 1623-നും 1655-നും ഇടയിൽ നിർമ്മിച്ച ക്ഷേത്രമാണെന്നാണ് ഇത് കരുതപ്പെടുന്നത്. ദിനംപ്രതി 15,000-ഓളം സന്ദർശകരാണ് ഇവിടെ ദർശനത്തിനായി എത്തുന്നത്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടത്തുന്ന തിരുക്കല്യാണമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന ഉത്സവം. തമിഴ്നാട്ടിലെ വൈഗ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പൗരാണിക നഗരമാണ് മധുര. നൂറ്റാണ്ടുകളോളം പാണ്ഡ്യ രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു മധുര. പാണ്ഡ്യരാജാവായിരുന്ന കുലശേഖർ നിർമ്മിച്ച പ്രസിദ്ധമായ ക്ഷേത്രമാണ് മധുര മീനാക്ഷി സുന്ദരേശ്വര ക്ഷേത്രം. മധുര മീനാക്ഷി ക്ഷേത്ര സമുച്ചയത്തിൽ ആകെ 14 അലങ്കാര ഗോപുരങ്ങളാണുള്ളത്. ഇവയിൽ ഏറ്റവും വലുത് തെക്കേ ഗോപുരമാണ്. 51.9 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് ക്യാമറയും മറ്റും അനുവദിക്കാത്തതിനാൽ അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയിലാണിപ്പോൾ. ഹെറിറ്റേജ് വീടുകളുടെ നാടായ ചെട്നാടിലേക്കാണ് ഇനിയുള്ള യാത്ര. മധുരയിൽ നിന്നും MGR ബസ് സ്റ്റാൻഡ് ഇറങ്ങി അവിടെ നിന്നും കാരക്കുടിക്ക് ചെന്ന ശേഷം മാത്രമാണ് ചെട്നാടിലേക്കുള്ള ബസ് നമുക്ക് ലഭിക്കുള്ളൂ. പോകുന്ന വഴിയിൽ ഒരു വലിയ പാറ കാണാൻ സാധിക്കും. യാനൈമലൈ എന്ന് പറയുന്ന സ്ഥലമാണത്. 3 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. ഒരു സംരക്ഷിത സ്മാരകവും വിനോദസഞ്ചാര കേന്ദ്രവുമാണ് യാനൈമലൈ. കാരക്കുടിയിൽ നിന്നും 15 രൂപ നൽകി കാനാടുകാത്തൻ എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് ഇറങ്ങേണ്ടത്. അവിടെ നിന്നും നടക്കാൻ ദൂരം മാത്രമാണ് ഇവിടേക്ക് ഉള്ളത്. നടക്കുന്ന വഴിയിൽ ഹെറിറ്റേജ് ഹൗസസ് എന്നൊരു ബോർഡ് നമുക്ക് കാണാൻ സാധിക്കും.